ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ ഓഗസ്റ്റ് 1 തീയതി വൈകിട്ടോടെയായിരുന്നല്ലോ 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത്. പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ രീതിയിൽ അത് വിവാദമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഷാറുഖ് ഖാന് ലഭ്യമായ അവാർഡ്, ഒപ്പം തന്നെ തെലുഗു സിനിമകളിൽ ഭഗവന്ത് കേസരിക്ക് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ്, കൂടാതെ കേരള സ്റ്റോറിക്ക് ലഭ്യമായ പുരസ്കാരമെല്ലാം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ്. ഷാറുഖ് ഖാന് ദേശീയ പുരസ്കാരം മികച്ച നടനുള്ള അവാർഡ് ലഭ്യമായിരിക്കുന്നത് ജവാൻ എന്ന 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയിലെ പ്രകടനത്തിനാണ്. അനിമലിലെ രൺബീർ കപൂർ, ആടുജീവിതത്തിലെ പൃഥ്വിരാജൻ എല്ലാം തന്നെ മറികടന്ന് എങ്ങനെയാണ് ജവാനിലെ SRK പ്രകടനം മികച്ചതാകുക എന്നൊരു ചോദ്യമാണ് ഇന്നലെ ബോളിവുഡ് മാധ്യമങ്ങളടക്കം ചോദിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. ഇതിനിടയിൽ അത് വെളുപ്പിക്കാനായിട്ട് പല SRK ആരാധകർ മുമ്പ് സ്വദേശന് ലഭ്യമായില്ല, മൈ നെയിം ഈസ് ഗാനിന് ലഭ്യമായില്ല എന്നൊക്കെ പറഞ്ഞ ന്യായീകരണ പോസ്റ്റുമായിട്ട് രംഗത്തെത്തുന്ന കാഴ്ച കണ്ടു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടനടക്കം പല സിനിമകൾക്ക് ലഭ്യമായിട്ടില്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. എന്തായാലും ആടുജീവിതത്തിലെ പൃഥ്വിരാജിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജൂറിയിൽ നിന്ന് ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ജൂറിക്ക് ആടുജീവിതം എന്ന സിനിമ ഇഷ്ടമായില്ല എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന പൃഥ്വിരാജ് നായകനെത്തിയ സിനിമ നേരത്തെ കേരള സംസ്ഥാന അവാർഡിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയെടുത്ത സിനിമയാണ്. ആ സിനിമ നാഷണൽ അവാർഡ് ജൂറിക്ക് കണക്ട് ആയില്ല, ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞെട്ടിക്കുന്നത് എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. മമ്മൂട്ടിയുടെ കാതൽ എന്ന സിനിമയുടെ കാര്യവും സമാനം തന്നെയാണ്. ഇതിലെ ആശയം, കാതൽ സിനിമയിലെ ആശയം ജൂറി മെമ്പേഴ്സിന് കണക്ട് ആയില്ല എന്നാണ് ഇന്ന് നമ്മുടെ മലയാളത്തിലെ മുൻനിര പത്രം പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. രഞ്ജിത്ത് അമ്പാടി ആടുജീവിതം എന്ന സിനിമയിലെ മേക്കപ്പിനും സുഷിൻ ശ്യാം ഉള്ളൊഴുക്കിന്റെ സംഗീതത്തിനും റഫീഖ് അഹമ്മദ് ആടുജീവിതം സിനിമയിലെ ഗാനരചനയ്ക്കും പരിഗണിക്കപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവാർഡുകൾ ലഭ്യമാകാതെ പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിനിടയിൽ ഇന്നലെ ആടുജീവിതത്തിന് തടന് SRK അവാർഡ് കൊടുത്തു എന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ വന്നപ്പോൾ ഒരുപാട് പേർ സമർത്ഥിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ആടുജീവിതം ഈ വർഷമല്ല പരിഗണിക്കുക, അടുത്ത വർഷം 2026 അവാർഡിലായിരിക്കും പരിഗണിക്കുക എന്ന്. കാരണമായി പലരും പറഞ്ഞത് 2024 റിലീസായ സിനിമയാണല്ലോ ആടുജീവിതം, അതുകൊണ്ട് അടുത്ത വർഷമേ പരിഗണിക്കുകയുള്ളൂ എന്നൊക്കെയാണ്. ഇക്കാര്യത്തിൽ ഇന്നലെ തന്നെ നമ്മുടെ മറുപടി പറഞ്ഞതാണ്. 2023 വർഷം മാത്രം സെൻസർ ചെയ്യപ്പെട്ട സിനിമകളെയാണ് ഈ വർഷത്തിലെ നാഷണൽ അവാർഡിൽ പരിഗണിക്കുക. 2024 സെൻസർ ചെയ്യപ്പെട്ട സിനിമകളെയാണ് അടുത്ത വർഷത്തിലേക്ക് പരിഗണിക്കുക. ആടുജീവിതം എന്ന പൃഥ്വിരാജ് സിനിമ 2023 സെൻസർ ചെയ്യപ്പെട്ട സിനിമയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച സ്റ്റേറ്റ് അവാർഡിൽ ആടുജീവിതം എന്ന സിനിമ നോമിനേഷനിൽ ഉണ്ടായിരുന്നതും പൃഥ്വിരാജ് മികച്ച നടനുള്ള പുരസ്കാരമടക്കം നേടിയെടുത്തതും. അപ്പോൾ ഇക്കാര്യത്തിൽ ഇനി പ്രത്യേകിച്ച് ക്ലാരിറ്റിയുടെ ആവശ്യമൊന്നും തന്നെയില്ല. 2023 സെൻസർ ചെയ്യപ്പെട്ട സിനിമ തന്നെയാണ് ആടുജീവിതം. ഇന്നലെ നാഷണൽ അവാർഡ് സിനിമയ്ക്ക് ലഭ്യമാകേണ്ടിരുന്നതായിരുന്നു, എന്നാൽ ജൂറി തടഞ്ഞിരിക്കുകയാണ് സിനിമയെ. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക്.